എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുവോ? ഒരു പിതാവും ഒരു മാതാവും തന്റെ പൊന്നുമോളെ വളർത്തി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു വാപ്പയും ഉമ്മയും കൂടെ മകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ എങ്ങനെയാണ് അവര് വളർന്നതെന്നറിയുമോ? എങ്ങനെയാണ് വളർത്തിയതെന്നറിയുമോ? ഒരു മഹദിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്നറിയുമോ? പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സ്വർഗത്തിന്റെ റാണിയായ മഹദിയായ ഫാത്തിമ, സ്വർഗത്തിന്റെ റാണിയല്ലേ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ. ആ ഫാത്തിമയെ മാതൃകയാക്കണ്ടേ പെങ്ങള്? അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് തന്റെ പൊന്നാര മകളെ വളർത്തിയതെന്നറിയുമോ? തന്റെ പൊന്നാര മകളെ വളർത്തിയത് എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അവരെയാണ് ഫാത്തിമ മാതൃകയാക്കിയത്. അവരെയാണ് ഫാത്തിമ മാതൃകയാക്കിയത്. പഠിച്ചവനെ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയാ. പഠിച്ചവനെ, 25 വയസ്സുകാരനാണ് ആ 40കാരിയായ ഖദീജ ബീവിയെ വിവാഹം കഴിച്ചത്. പ്രണയ വിവാഹമായിരുന്നില്ല, പ്രണയ വിവാഹമായിരുന്നില്ല, അല്ലെങ്കിൽ നാട്ടുകാര് പിടിച്ച് കെട്ടിച്ചതുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും ഖദീജയെ വിവാഹം കഴിക്കുകയാണ്. നബിയെക്കാല് 15 വയസ്സ് കൂടുതലാ പെങ്ങള്. നബിയെക്കാല് 15 വയസ്സ് കൂടുതലാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് ജനിക്കുകയാണ്. എല്ലാവരും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവർക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാവരും പറയും, വാപ്പയുടെ മകളാ, വാപ്പയുടെ മകളാ, വാപ്പയുടെ മകളാ. അല്ലാഹുവേ, പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ. പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാ. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പടച്ചവനെ, അടുത്ത റസാഖ് അബ്റാരിയുടെ വീട്ടിൽ പോയപ്പോ 4 പെൺകുട്ടികളാണ് പാവപ്പെട്ടവന്. പടച്ചവനെ, എപ്പ ചെന്നാലും പൊന്നുമോള് വാപ്പയുടെ കയ്യിൽ പിടിച്ച് നടക്കുന്ന മക്കളാ. അല്ലാഹുവേ, ആ മക്കളെ സ്വാലിഹത്തുകളാക്കണേ തമ്പുരാന്. അല്ലാഹുവേ, പടച്ചവനെ, പൊന്നുമോള് ഖുർആൻ പഠിക്കുകയാ. 4 പെൺമക്കളാ. അബ്റാരിയൊക്കെ രക്ഷപ്പെട്ടു. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. 3 പെൺമക്കളുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. 3 പെൺകുട്ടികളുള്ളവർ കൈവക്കണം. 2 പെൺമക്കളുള്ളവർ കൈവക്കിക്കേ. ഒരാൾക്ക് അല്ലാഹു 3 പെൺമക്കളെ കൊടുത്തു. ആ 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത അവര് നബിതങ്ങളുടെ സ്വർഗത്തിലെ ഏറ്റവും ചെറുതാണെന്ന് തോന്നി ഇങ്ങനെ പിടിച്ചു കിടക്കും. പെൺകുട്ടികൾക്ക് വാപ്പമാരോട് വല്ലാത്ത ഇഷ്ടമാണ്. നബിതങ്ങളുടെ മകളെന്നാ പറയാ. വാപ്പാടെ മോളെന്നാ ഫാത്തിമാനെ കുറിച്ച് പറയാ. അങ്ങനെ കേട്ട് പിന്നെ ഖദീജ അങ്ങനായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുന്നത്, ഫാത്തിമ വരുന്നത് കണ്ടാ പറയും, ജീവിച്ചത് എങ്ങനെയാണ് ഉമ്മ മരിക്കുന്നത്. ഖദീജ ബീബി മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ. ഖദീജ ബീബി മരിക്കുന്ന രംഗം ഫാത്തിമ കാണുകയാ. 65 വയസ്സുണ്ട് ഖദീജ ബീബിക്ക് വഫാത്താകുമ്പോ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ 65ാമത്തെ വയസ്സിൽ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിന്നു. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിനെ 65 വയസ്സുള്ള ഖദീജ കാത്തു നിൽക്കുകയാ. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുന്ന മുഖത്തോടെ നബിതങ്ങളെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. എന്നിട്ട് ഖദീജ ബീബിയും നബിതങ്ങളും ആ പാത്രത്തിന്റെ മുമ്പിൽ വന്നിരുന്നു. 2 പേരും ഒരു പാത്രത്തിന്റെ ചുവട്ടിൽ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചാ ഭക്ഷണം കഴിക്കുന്നേ. നബിതങ്ങളും ഖദീജ ബീബിയും ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവായ നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഇത്തിരി ഭക്ഷണം വാരി തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബിക്ക് വാരി കൊടുത്തു. ഖദീജ ബീബി ചോദിച്ചു, ഞാൻ വാരി തരട്ടെ നബിയെ? നീ വാരിത്താ ഖദീജ.
18-ാമത്തെയോ 20-ാമത്തെയോ 25-ാമത്തെയോ 30-ാമത്തെയോ 50-ാമത്തെ വയസ്സിലല്ല, 65 വയസ്സുള്ള പ്രായമായ ഖത്താബിന് ഭക്ഷണം വാരിക്കൊടുക്കുന്നു. വാപ്പ ഉമ്മയ്ക്ക് വാരിക്കൊടുക്കുന്നു, ഉമ്മ ഭർത്താവിന് വാരിക്കൊടുക്കുന്നു. ഇത് കണ്ടാണ് ഫാത്തിമ വളരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? നബിയെ, ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കടക്ക് ഖദീജ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പിടിച്ചു മടിയിൽ കിടത്തി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ രംഗമൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏതു ഭാര്യയും ഭർത്താവും അവളെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രത്തിനകത്ത് നിന്ന് കഴിക്കണം ഭാര്യയും ഭർത്താവും. ആ വീട്ടിലാണ് ബറക്കത്തുള്ളത്. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. കഴിക്കാറുണ്ടോ നിങ്ങളെ കാണുന്നത് കീരിയും പാമ്പിനെ പോലെ തല്ലുന്ന മാതാപിതാക്കളെ കണ്ട മക്കൾ ഇങ്ങനെ വളരുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖദീജ ബീവിയും തന്റെ ഭർത്താവായ നബിതങ്ങളുടെ മടിയിൽ കിടക്കുന്നു. എന്നിട്ട് നബിതങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട് ഖദീജ. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ചിരിക്കുന്നത്? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ നബിയെ? ഫാത്തിമ ഇതിങ്ങനെ കണ്ടു വളരുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 25 വർഷമായി നമ്മൾ രണ്ടുപേരും കുടുംബജീവിതം തുടങ്ങിയിട്ട് 25 വർഷമായി. അല്ലാഹ്, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് നോക്കുമ്പോ വാപ്പാടെ മടിയിൽ കിടന്നിട്ട് ഉമ്മ ചോദിക്കുകയാണ്, എനിക്ക് 25 വർഷമായി എന്തെങ്കിലും തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഖദീജ, എന്ത് പറ്റി ഖദീജ എന്ന് പൊരുത്തമൊക്കെ ചോദിക്കുന്നല്ലോ. അള്ളാന്റെ റസൂലിനോട് ഖദീജ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മരണം അടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പോകാ സമയമായി നബിയേ. നബിതങ്ങൾ ഖദീജയുടെ വാപൊത്തി പിടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് കരയുകയാ, എന്തേ ഖദീജ, എന്തേ ഖദീജ, എന്തേ നീ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയുടെ വാപൊത്തി പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഖദീജ, എനിക്ക് പരാതിയില്ല ഖദീജ, എനിക്ക് നിന്നെ കുറിച്ച് പറയാൻ ഒരു പരാതിയുമില്ല ഖദീജ. ഉമ്മമാരെ, ഖദീജ ഉമ്മയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. ഖദീജ ബീവിക്ക് അല്ലാഹു സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ട്. ആ കൊട്ടാരം ലോകത്തൊരു പെണ്ണിനും കിട്ടൂല, കിട്ടാൻ സാധ്യതയില്ല. എന്തിനാണ് അല്ലാഹു കൊട്ടാരം പണിത് വെച്ചതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് നബിയെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. 40-ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾക്ക് നുബൂവത്ത് പോലും കിട്ടുന്നത്. പടച്ചവനെ, 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ആ ഖദീജയാണ് പൊരുത്തം ചോദിക്കുന്നത്. 25 വർഷത്തിന്റെ ഇടയില് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ നബിയേ. നബിതങ്ങൾ പറഞ്ഞു, ഖദീജ, പരാതിയില്ല ഖദീജ, പൊരുത്തമാണ് ഖദീജ. നബിതങ്ങൾ അങ്ങ് പറയേണ്ട താമസം ഖദീജ എന്ന 65 വയസ്സുള്ള ഭാര്യ ചാടി എഴുന്നേക്കുകയാണ്. നബിതങ്ങൾക്ക് ചുടുചുംബനം കൊടുക്കുകയാണ്. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. അല്ലാഹുവേ, എന്നിട്ട്
എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, റസൂലല്ലാഹ്, മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ, എന്റെ ജനാസ നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്റെ ശരീരം നിങ്ങൾ കണ്ടതാണ്, ഇനി ഒരാളും കാണരുത്. എന്റെ ഔറത്ത് ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല, അത് പെണ്ണാണെങ്കിലും എനിക്കിഷ്ടമല്ല. എന്റെ ഔറത്ത് കാണരുത് നബിയേ, അതുകൊണ്ട് നിങ്ങൾ വേണം ജനാസ കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഖദീജ കരയുകയാ, സമ്മതിക്കു നബിയേ, സമ്മതിക്കു നബിയേ. അവസാന ഖദീജ ബീബി കടന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. തന്റെ മയ്യത്ത് പോലും ഒരു പെണ്ണ് കാണാൻ പാടില്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പോലും ഔറത്താരും കാണാൻ പാടില്ല. ഖദീജയുടെ ഒന്നാമത്തെ ആഗ്രഹമാ, നബി തങ്ങൾ സമ്മതിച്ചു. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? നബിയേ, ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കേണ്ടതാണ്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല, നിങ്ങളില്ലെങ്കിൽ ഉറക്കം വരൂല. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാളുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ യാ റസൂലല്ലാഹ്. എന്റെ കഫം തുണിക്കകത്ത് ഈ ഷാള് വെക്കണം നബിയേ. നബി തങ്ങൾ സമ്മതിക്കുകയാണ്. മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബർ നബിയേ, വേറെ ഒരാളെയും മറക്കരുത്. നിങ്ങൾ വേണം എന്റെ ഖബറിനകത്തിറങ്ങാ, നിങ്ങൾ വേണം എന്റെ ജനാസ വെക്കാ. വേറെ ഒരാളും തൊടുന്നത് എനിക്കിഷ്ടമല്ല, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ ഭാര്യയായ ഖദീജ ബീവി പറയുകയാണ്. നബി തങ്ങൾ സമ്മതിച്ചടോ. അല്ലാഹുവിന്റെ റസൂലാണ് ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചത്. നബി തങ്ങൾ കഫം പൊതിയുമ്പോ ചുമലിൽ കിടന്ന ഷാലെടുത്ത് ചുംബിച്ചു വെക്കുകയാ. റഹ്മാനായ അല്ലാഹ്, നബി തങ്ങൾ ഖബറിനകത്തിറങ്ങിയിട്ട് ഖദീജ ബീബിയുടെ ജനാസ വാങ്ങി വെക്കുകയാ. പിടിമണ്ണ് വാരി വെക്കുമ്പോ നബി തങ്ങളുടെ താടിയിലൂടെ കണ്ണുനീരൊഴുകുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ. ഈ ഖദീജയുടെ 5 വയസ്സാണ് അന്നത്തെ പ്രായം. പടച്ചവനെ, ഉമ്മ മരിച്ചുപോയ മകളെ നബി തങ്ങൾ വളർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പിന്നെ മുത്തി നബി വളർത്തിയടോ. അവസാനം 63-ാമത്തെ വയസ്സില് പിതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് രോഗം പിടിച്ചു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മുത്തി നബി സുഖമില്ലാതെ കിടക്കുമ്പോ സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാ, സങ്കടത്തോടെ ഫാത്തിമ കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയോട് പറഞ്ഞു, മോളെ, ഉപ്പയുടെ മരണം അടുത്തിരിക്കുന്നു മോളെ, ഉപ്പയുടെ മരണം അടുത്തിരിക്കുന്നു മോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം അവിടുന്ന് ഫാത്തിമ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മരണവും ഫാത്തിമ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ മരണം കണ്ടു, വാപ്പയുടെ മരണവും കണ്ടു. ഈ കണ്ട മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമയുടെ മരണവും എങ്ങനെയാണെന്നറിയുമോ? ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമയും പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്.
ഉമ്മ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. പടച്ചവനെ, ഉമ്മ നിന്നതുപോലെ ഫാത്തിമയും കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ഭർത്താവായ അലിയാർ തങ്ങൾ കടന്നു വന്നു. അലിയാർ തങ്ങളുടെ ഭക്ഷണം എടുത്തു കഴിക്കാൻ കൊടുത്തു. അലിയാർ തങ്ങളുടെ മടിയിൽ പോയി വാപ്പ കടന്നതുപോലെ ഉമ്മ കടന്നതുപോലെ ഫാത്തിമയും കടന്നു. എന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, എന്റെ മരണം അടുത്തിരിക്കുന്നു അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്നിട്ട് അലിയാർ തങ്ങളോട് 3 വസിയത്താണ് ഫാത്തിമയും പറഞ്ഞത്. ഉമ്മ മരിക്കുന്ന സമയത്ത് വാപ്പയോട് 3 വസിയത്ത് പറഞ്ഞു. അതുപോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ പറഞ്ഞതുപോലെ തന്റെ ഭർത്താവിനോട് 3 വസിയത്ത് നടത്തുകയാണ്. ആ 3 വസിയത്തിൽ ഒരു വസിയത്ത് എന്തെന്നറിയുമോ? അലിയേ, ഞാൻ മരിക്കുന്നത് എന്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. എന്റെ ജനാസ രാത്രിയിൽ വേണം ഖബറടക്കാൻ. അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, പകല് മരിച്ചാലും രാത്രിയിൽ ഖബറടക്കിയാ മതിയെന്ന് പറയുന്നല്ലോ, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എന്റെ ജനാസ പൊതിയുന്നത്, എന്റെ ജനാസ ചുമക്കുന്നത്, എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാകുമല്ലോ. എന്റെ ജനാസ വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അത് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഉമ്മ പറഞ്ഞതെന്താ? വാപ്പാ നബി തങ്ങൾ കണ്ട ശരീരം മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് പോലും വേറെ ഒരാള് കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കുളിപ്പിക്കണം. ആ ഉമ്മയുടെ മകളായ ഫാത്തിമ പറയുകയാണ്, എന്നെ രാത്രിയിൽ ഖബറടക്കിയാ മതി. കാരണം പകലാണ് ഖബറടക്കുന്നതെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. മാതാവും പിതാവും നല്ലവരായാൽ അവരുടെ സ്വഭാവം കണ്ടാണ് മക്കൾ വളരുന്നത്. അവരുടെ സ്വഭാവ രീതികൾ കണ്ടാണ് മക്കൾ വളരുന്നത്. അങ്ങനെ വളരുന്ന മക്കളുണ്ടല്ലോ, ഒരിക്കലും വഴിപിഴച്ചു പോകില്ല. ഒരിക്കലും അല്ലാഹുവേ മാതാപിതാക്കളെ നാണം കൊടുത്തൂല, മാതാപിതാക്കളെ കൊല്ലാൻ വരൂല. ആ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്നാ മക്കള് ദുആ ചെയ്യുകയാണ്. മരണപ്പെട്ടു പോയാലും സദഖ കൊടുക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ഖത്ം ഓതുകയാണ്. അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. ചോദിക്കുന്നവരോട് മുഴുവനും പറയും, എന്റെ വാപ്പ ഒരു നല്ല മനുഷ്യനാ, എന്റെ ഉമ്മ ഒരു നല്ല ഉമ്മയാ. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ ഈ മക്കൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ, എന്റെ ഉപ്പയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മയ്ക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾക്ക് മക്കള് സ്വർഗ്ഗം വാങ്ങിച്ചു കൊടുക്കുമ്പോ